ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1 മണി. ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വന്നതാണ്. സോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ആൻറ്റിയുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ പുറപ്പെടലൊക്കെ ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇറങ്ങാൻ 1 മണി ആയിട്ടുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഈ ബോയ്സിനൊരു പൊതു സ്വഭാവമാണെന്ന് തോന്നുന്നു. ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് ലേറ്റായിട്ട് അവർ പുറത്തിറങ്ങാറുള്ളൂ. അതേ ഒരു ഗണത്തിൽപ്പെട്ട ഒരാളാണ് എൻ്റെ ബ്രദർ എന്ന് പറയുന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ അവിടെ എണീക്കാനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ബാത്റൂമിൽ കയറിയിട്ട് നീണ്ട 2 മണിക്കൂറിന് ശേഷമാണ് അവൻ പുറത്തിറങ്ങുന്നത്. സോ നിങ്ങളുടെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. സാറ്റർഡേ നല്ല വെയിലാണെങ്കിലും സൺഡേ ഇതേ മൊട്ട മഴയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ വെള്ളക്കെട്ടുകളായിരുന്നു കേട്ടോ. പറയണ്ടല്ലോ എന്താ ഞാൻ പറയാ ഫൈനലി നമ്മളിതേ ആൻറ്റിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതേ ആ കാണുന്ന കേട്ടോ വീട്. കാർ പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മളിതേ റോഡിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. സോ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയും കാത്തത് ആൻറ്റി അവിടെ നിൽക്കുന്നുണ്ട്. കയറിയതും ഓടിച്ചെന്നത് ആഷ്മോളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ബട്ട് ആളിതേ നല്ല ഉറക്കമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ആളിതേ ഉറക്കമൊക്കെ ഉണർന്നിരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ ഏട്ടൻ്റെ മോളാണ് ആഷ്മി. ആൻറ്റി എന്ന് പറയുന്നത് അച്ഛൻ്റെ സിസ്റ്ററാണ്. സോ ആൻറ്റിയുടെ മകൻ്റെ മകളാണ് ആഷ്മി. ഒന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഉച്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വിശപ്പുണ്ടായിരുന്നു. സോ ആൻറ്റി ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നതിൻ്റെ മെയിൻ കാര്യവും ഗൈസ് ഇത് തന്നെയാണ് കേട്ടോ. കാരണം 2 വർഷം ഞാൻ ആൻറ്റിയുടെ ഫുഡ് കഴിച്ചിട്ട് ആൻറ്റി വെക്കുന്ന ഒരു ചെമ്മീൻ കറി കഴിക്കാനാണ് ഞാനിവിടെ ഓടി വന്നത്. തലേ ദിവസം തന്നെ പ്രീ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചെമ്മീൻ കറിക്ക്. അങ്ങനെ ഒന്നും നോക്കില്ല, ചാടി കയറി ഞാൻ ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ട്. അമ്മ ഇതേ എല്ലാവർക്കും ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിക്കൻ കറി, ചിക്കൻ വറുത്തത്, പപ്പടം, തൈര്, ഇത്തരത്തിലുള്ള ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആ കിടക്കുന്ന ചെമ്മീൻ കറിയിലായിരുന്നു കേട്ടോ. ഗൈസ്, കൂടുതൽ എക്സ്പ്രഷൻ ഇട്ട് ഞാൻ ഓവറാക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. എനിക്ക് ആ കറിയുടെ ടേസ്റ്റ് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നറിയുന്നില്ല കേട്ടോ. കാരണം ആ ഒരു ചിലവർ വെക്കുന്ന കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കില്ല. നമ്മൾ പറയും ആ അമ്മ വെക്കുന്ന കറിക്ക് ഇത്തരത്തിലൊരു ടേസ്റ്റാണ്. അങ്ങനെയൊക്കെയുള്ളൊരു രുചിയാണ് കേട്ടോ അതിന് വരുന്നത്. സോ അത് ആൻറ്റിയുടെ അടുത്ത് നിന്ന് മാത്രമേ ഞാൻ അങ്ങനത്തെ ഒരു കറി കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കാം. കുറച്ചധികം കഴിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ബട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എണീക്കാത്തത് കൊണ്ടും പിന്നെ ഉറങ്ങിക്കഴിയുമ്പോൾ അന്നത്തെ ദിവസം തന്നെ നമുക്ക് പകുതി പോയി കിട്ടുമല്ലോ, അതുകൊണ്ടും ആ പണിക്ക് നിന്നില്ല. പിന്നെ കുറച്ച് നേരം പിള്ളേരുടെ കളികളും നോക്കി നിന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ ഈ കളി കാണാൻ. കളിയല്ല ഗൈസ്, ഇവരുടെ അടി കാണാൻ. പിള്ളേരുടെ ഒരു പൊതു സ്വഭാവമാണെന്ന് തോന്നുന്നു. ഒരാളെടുക്കുന്ന സാധനം തന്നെ മറ്റാൾക്കും വേണ്ടി വരും. അതുവരയ്ക്കും ആൾ മൈൻഡ് പോലും ചെയ്യാത്തൊരു സാധനമായിരിക്കും കേട്ടോ. പിന്നീട് അതിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റും സ്റ്റാർട്ട് ചെയ്യും. സോ നിങ്ങളുടെയൊക്കെ വീട്ടിലെ പിള്ളേരുടെ അവസ്ഥ ഇതൊക്കെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് കേട്ടോ ഏട്ടൻ്റെ വൈഫ്, അതായത് ആൻറ്റിയുടെ മരുമകൾ. നല്ല ചുമയാണ് വ്യക്തിക്ക്. വെള്ളമുണ്ട്. ഞാൻ വിചാരിച്ചത് ജാൻവി മാത്രമാണ് പോക്കിരി എന്ന്. ബട്ട് അതിനേക്കാൾ വലിയ പോക്കിരിയാണ് ഗൈസ് ആ അടുത്തിരിക്കുന്നത്. അയ്യേ, മോശം മോശം മോശം. അവിടെ ബാക്കി നിൽക്കുന്നേ ജാനിക്ക് ദേഷ്യം വിളിക്കുന്നുണ്ട്. ചിരിക്കി 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 ചിരിക്കി. ആന്റിക്ക് തരുമോ? ആന്റിക്ക് തരുമോ? ആന്റിക്ക് ഇനി മതി കഴിച്ചു. ആന്റിക്ക് വേണം മതിട്ടോ.
ജാൻവി വന്നപ്പോൾ മുതൽ അവളുടെ നോട്ട് മുഴുവൻ ആ തൊട്ടിലായിരുന്നു കേട്ടോ. സോ അതേപോലെ തന്നെ അവൾ അതിൻ്റെ അകത്തുനിന്ന് എണീക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അതിൽ കിടന്നാടാൻ ആ പേടിയുള്ളതുകൊണ്ടാണ് ആൾ ഇരുന്നാടുന്നത്. എനിക്ക് തോന്നുന്നു ജാൻവി അധികം ഒന്നും തൊട്ടിൽ കിടന്നിട്ടില്ല കേട്ടോ. അവൾ ജനിച്ച സമയത്തേ നമ്മളെ കൂടെ തന്നെയാണ്, ബെഡിലാണ് കിടന്നത്. സോ തൊട്ടിലിൽ കിടത്തം വളരെ ചുരുക്കമായിരുന്നു. വീട്ടിൽ ഊഞ്ഞാലുണ്ടായിട്ടും തിരിഞ്ഞു പോലും നോക്കാത്ത ആളാണ് ആ തൊട്ടിലിനെ ഊഞ്ഞാലാക്കിയിട്ട് ആടുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല മഴയുള്ള ദിവസമായിരുന്നു. ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതാണ് കേട്ടോ ഇന്ന് മഴ പെയ്തുകൊണ്ടിരുന്നത്. നോക്കി കിടക്കണേ. മഴ നനയാണോ? മഴ നനയാണോ? മഴ നനഞ്ഞു കഴിഞ്ഞാൽ ആൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. എന്താ അറിയില്ല, ഇവർ തമ്മിൽ കണ്ട ഇതാണ് ഗൈസ് അവസ്ഥ. എല്ലാവരുടെ കഴിപ്പും കഴിഞ്ഞ് ആൻറ്റി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ചെറിയ സങ്കടം തോന്നിട്ടോ. കാരണം വേറെ ഒന്നുമല്ല, എല്ലാ വീട്ടമ്മമാരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. നമ്മൾ ചില സമയത്ത് ശ്രദ്ധിക്കാതെ പോവും. ആൻറ്റിക്കൊരു സങ്കടം വേണ്ടാന്ന് തോന്നിയിട്ട് ഞാനിതൊരു കമ്പനിക്ക് കയറിയിരിക്കുന്നുണ്ട്. ചക്കപ്പുഴുക്ക് ഉണ്ടായിരുന്നു. സോ ചക്കപ്പുഴുക്കും ചിക്കൻ കറിയാണ് ഞാൻ കഴിക്കുന്നത്. ഞാൻ ഷോർട്സിലല്ലോ നിങ്ങളിത് കാണുക ഗൈസ്. ഈവനിങ് ആകുമ്പോൾ ഒരു ചായ അത് നിർബന്ധമുള്ള കാര്യമാണല്ലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതെന്ത് കേക്കാണോ? അത് കേക്ക് അല്ലല്ലോ. കേക്കാണോ? ഒന്ന് കേക്ക് കഴിക്കി നോക്കട്ടെ. കേക്ക് കഴിക്കി. പതുക്കെ ഒരെണ്ണം എടുത്തോ. ആക്ച്വലി ആളത് ബർത്ത്ഡേ കേക്ക് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഹാപ്പി ബർത്ത്ഡേ പാഡ് ചെയ്തിട്ടോ. സോ ഞാൻ ഒരെണ്ണം എടുത്തു കൊടുത്തു. അതിൽ ഈ നട്ട്സും പീനട്ട്സും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആൾ കഴിച്ചില്ല. ആൾക്കെല്ലാം കുറച്ച് നീറ്റായിട്ട് വേണം, അതിലൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതാണ് ആ ഒരു എക്സ്പ്രഷൻ അവിടെ വന്നത്. സോ അതിനു പകരം ജാൻവിക്ക് ആൻറ്റി ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ അവളെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവനിങ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങാനുള്ളൊരു പുറപ്പാടിലാണ്. കാരണം അച്ഛൻ വന്നിട്ടില്ലായിരുന്നു. അച്ഛൻ വർക്ക് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ ആരും അവിടെ ഇല്ല. പ്രത്യേകിച്ച് ജാൻവി ഇത്രയും ദിവസം ഉണ്ടായിട്ട് പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ ഒരു ബോറടിയൊക്കെ അച്ഛൻ നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കോളിംഗ് ആയിരുന്നു. സോ വേഗം തന്നെ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. മാത്രമല്ല നല്ല മഴയാണ്. നൈറ്റൊക്കെ ബ്ലോക്ക് ആവുമെന്ന് പേടിച്ചിട്ട് തന്നെ വേഗം ഇറങ്ങിട്ടോ. ആശ്വി അത് ഡാഡി കുടിക്കുന്നത്. അങ്ങനെ വീണ്ടും മഴ പെയ്തിട്ടുണ്ട്. സോ ഞങ്ങളിത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചെങ്കിലും ബട്ട് കുറച്ച് ലേറ്റ് ആയി പോയി. ഇതിൻ്റെയും കാരണക്കാരൻ എൻ്റെ ബ്രദർ തന്നെയാട്ടോ. എവിടേക്ക് പോവാൻ നിൽക്കുന്നോ ആ സമയത്താണ് ഇവരുടെ ഈ കാറ് കഴുകൽ പരിപാടി ഉണ്ടാവുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഞങ്ങളിത് എല്ലാവരോടും ബൈ പറഞ്ഞ് ഇറങ്ങി. കുറേ നേരമായി ഇറങ്ങുന്നു, ഇതുവരെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടില്ല. സോ ഇനി നിൽക്കണില്ല, ഞങ്ങൾ ശരിക്കും ഇറങ്ങാൻ പോവാണ്. ഫൈനലി ഞങ്ങൾ വീടെത്തി. നല്ല മഴയായിരുന്നു, കാറിൽ ഇറങ്ങാൻ പറ്റാത്ത ഇത്രയും മഴ ഉണ്ടായിരുന്നു കേട്ടോ. സോ അച്ഛനെ വിളിച്ച് അച്ഛന് ഇതേ വഴിയിലേക്ക് കുടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കാറിൽ കയറിയപ്പോഴേ ജാൻവി കൂടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. സോ നമ്മളവളെ ഉണർത്താനൊന്നും നിന്നില്ല, നല്ല ഉറക്കത്തിലായിരുന്നു. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ചിലരൊക്കെ ഇവിടെ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജാൻവിയെ ഞാൻ ബെഡിൽ കിടത്തിയെങ്കിലും അവൾ എണീച്ചൊരു മട്ടിലായിരുന്നേ. സോ എൻ്റെ മേല് തന്നെ കിടന്നാണ് അവൾ ഉറങ്ങാറ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.